സൗദി പ്രോ ലീഗിൽ ഇന്ന് മരണക്കളി. ആരൊക്കെ തമ്മിൽ ഏറ്റുമുട്ടുന്നത്? സൗദി പ്രോ ലീഗിലെ ടോപ്പ് 2 ടീംസ് ആയിട്ടുള്ള അൽ നസറും അൽ ഹിലാലും. ക്രിസ്ത്യാനോ റൊണാൾഡോ വേഴ്സസ് കരീം ബെൻസമ ഇന്ന് തീപാറും. കാരണം ഇന്നത്തെ മത്സരം അൽ നസർ ജയിച്ചു കഴിഞ്ഞാൽ അൽ നസറിന് 4 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഒരു ലീഗ് ചാമ്പ്യൻഷിപ്പ് കിട്ടാൻ പോവുകയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും 4 വർഷങ്ങൾക്ക് ശേഷം ഒരു ലീഗ് ചാമ്പ്യൻഷിപ്പ്. കാരണം ഒരുപാട് പഴികൾ പുള്ളിക്കാർ ഓൾറെഡി കേട്ട് കഴിഞ്ഞു. കാരണം അൽ നസറി വന്ന് ജോയിൻ ചെയ്തതിനു ശേഷം 4 വർഷമായി 4 സീസൺ ആയിട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഒരു ലീഗ് കിരീടമില്ല എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം നല്ല രീതിയിൽ കളിക്കുന്നുണ്ടെങ്കിലും കിരീടം കിട്ടുന്നില്ല. കാരണം കഴിഞ്ഞ 4 സീസണിലെ 2 സീസണിലും പുള്ളിക്കാരനായിരുന്നു പ്രോ ലീഗിലെ ടോപ്പ് സ്കോറർ. അപ്പൊ ഇന്നത്തെ മത്സരം അതിനിർണായകമാണ്. ഇന്നത്തെ മത്സരം അൽ ഹിലാലുമായിട്ട് അൽ നസർ തോറ്റു കഴിഞ്ഞാൽ കിരീട സാധ്യത കുറച്ച് മങ്ങും. പക്ഷെ എന്നാലും സാധ്യതകളുണ്ട്. സൗദി പ്രോ ലീഗിൽ ഓരോ ടീമുകൾക്കും 34 മത്സരങ്ങൾ വീതമാണുള്ളത്. അൽ നസർ ഓൾറെഡി 32 മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു. അത് 27 വിജയവും 1 ഡ്രോയും 4 തോൽവികളുമായിട്ട് 82 പോയിന്റോടുകൂടി ടോപ്പ് ഓഫ് ദി ടേബിളിലാണ് അൽ നസർ ഉള്ളത്. അൽ ഹിലാൽ തൊട്ട് പിറകെ ഉണ്ടെങ്കിലും 31 മത്സരങ്ങൾ മാത്രമാണ് അവർ കളിച്ചത്. അതിൽ 23 കളി ജയിക്കുകയും 8 ഡ്രോയും 0 ലോസസാണ്. ഇതുവരെ ഒരു മാച്ച് പോലും സൗദി പ്രോ ലീഗിൽ അൽ ഹിലാൽ തോറ്റിട്ടില്ല. ഡ്രോയാണ് 8 എണ്ണം, 0 ലോസ്, 77 പോയിന്റുമായിട്ട് 2ാം സ്ഥാനത്ത്. അൽ നസർ റൊണാൾഡോയ്ക്ക് ഇന്നത്തെ കാര്യം ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്നത്തെ മാച്ച് ജയിച്ചാൽ മതി. അൽ ഹിലാൽ ഇന്ന് തോൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ ചാമ്പ്യൻഷിപ്പ് ഉയർത്തും. പക്ഷെ അല്ലെങ്കിൽ മറ്റ് കണക്കുകളെ നോക്കിയിരിക്കേണ്ടി വരും. ഒരുപക്ഷെ ഇന്ന് അൽ ഹിലാൽ അൽ നസറിനെ തോൽപ്പിച്ചു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അൽ ഹിലാലിന് 80 പോയിന്റും അൽ നസറിന് 82 പോയിന്റും. പക്ഷെ അൽ നസറിന് 1 മാച്ച് മാത്രമേ ബാക്കിയുള്ളൂ. അൽ ഹിലാലിന് 2 മാച്ചുകൾ ബാക്കിയുണ്ട്. അപ്പം ബാക്കിയുള്ള 2 മാച്ചുകൾ അൽ ഹിലാൽ ജയിക്കുവാണെങ്കിൽ അൽ ഹിലാലിന് 86 പോയിന്റ് ആകും. പക്ഷെ അടുത്ത മത്സരം അൽ നസർ ജയിക്കുവാണെങ്കിൽ അൽ നസർ 85 ആവുന്നുള്ളൂ. സോ 86 പോയിന്റുമായിട്ട് അൽ ഹിലാൽ വീണ്ടും കിരീടം ഉയർത്തും. അങ്ങനെയാണെങ്കിൽ ഇനി അതുപോലെ തന്നെ അൽ നസറിനെ അൽ ഹിലാൽ തോൽപ്പിച്ചിട്ട് അടുത്ത 2 കളി ഡ്രോ എടുക്കുവാണെങ്കിൽ 82 പോയിന്റ് ആകും. മാത്രമല്ല അൽ നസർ അടുത്ത കളി തോക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ അൽ നസറും അൽ ഹിലാലും തമ്മിലുള്ള കളി കഴിഞ്ഞ് അടുത്ത കളി കൂടി തോക്കുകയാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും 82 എന്നുള്ള പോയിന്റ് ആകും. പിന്നെ വിജയം നിശ്ചയിക്കുന്നത് ഗോൾ ഡിഫറൻസ് ആയിരിക്കും. എന്തായാലും ഇന്നത്തെ മത്സരം സൗദി പ്രോ ലീഗിലെ ക്ലാസിക്കോ എൽ ക്ലാസിക്കോ എന്നാണ് അറിയപ്പെടുന്നത്. എന്നൊക്കെ അൽ ഹിലാൽ മത്സരം അൽ നസർ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടോ അന്നൊക്കെ ഭയങ്കര മാച്ചുകൾ നമ്മൾ കണ്ടതാണ്. സോ ഇന്നും ഇപ്പൊ നിങ്ങൾ റൊണാൾഡോ ഹേറ്റർ ആണെങ്കിൽ റൊണാൾഡോ പൊട്ടുവാൻ വേണ്ടി നിങ്ങൾക്ക് ഈ മാച്ച് കാണാം. റൊണാൾഡോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ റൊണാൾഡോ സൗദി പ്രോ ലീഗിൽ ആ ലീഗ് കിരീടം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും അടിപൊളി ഒരു മത്സരം ഇന്ന് കാണാം. സോ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് ഇന്ന് ജയിക്കാൻ സാധ്യത? ഞാൻ താഴെ വോട്ടിംഗ് ബോൾ കൊടുത്തിട്ടുണ്ട്. അൽ ഹിലാൽ ഓർ അൽ നസർ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ഞാൻ എന്തായാലും ഐ ആം ഗോയിങ് വിത്ത് അൽ നസർ ആൻഡ് റൊണാൾഡോയ്ക്ക് ആ ഒരു ലീഗ് കപ്പ് കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു.